നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ സീതാഭിരാമ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമ, നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ബാലകാണ്ഡത്തിലെ ഉമാമഹേശ്വര സംവാദ ഭാഗമാണ് നമ്മൾ ഇന്നലെ വായിച്ചതും പ്രകീർത്തിച്ചതും. ഇന്നലെ വായിച്ചു നിർത്തിയ ഭാഗത്തിൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാ തമസംവൃതമാകമൂലം, സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാദേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജലോചനൻ പരമാനന്ദമൂർത്തി, ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ പുക്കഭിഷേകവും ചെയ്തു, സത്താമാത്രാത്മാ സകലേശനവ്യയന്നാഥൻ. മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും, കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും, സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു. നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം, പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാറുഭക്തിയ വന്ദിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ, നിന്നിലുമെന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളോരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിഞ്ഞൊന്നിലുമൊരു നേരമാശയുമില്ലയല്ലോ. നിർമ്മലാനന്ദജ്ഞാനത്തിനിവൻ പാത്രമത്രേ, നിർമ്മകൻ നിത്യബ്രഹ്മചാരികൾക്കു മുമ്പനല്ലോ. കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ, നമ്മുടെ തത്വം ഇവൻ അറിയിക്കയും വേണം. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ, ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ, ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി വിനിർമുക്തം, സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു
നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമദേവൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം. ഉമാമഹേശ്വര സംവാദത്തിൽ ധാരാളം ഭാഗങ്ങൾ പാർവതീദേവിക്ക് മഹേശ്വരൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം പറയാണ്, ഹനുമാനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. സുന്ദരരൂപയെ ഹനുമാനെ നീ കണ്ടായല്ലി. ഈ ഹനുമാന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുകയാണ്, നിന്നിലും അതുപോലെ തന്നെ എന്നിലും എല്ലാ നേരവും ആരുണ്ട്? ഹനുമൽ സ്വാമി ഉണ്ട് എന്നാ. അതുകൊണ്ടാണ് രാമായണം പാരായണം ചെയ്യുന്ന സമയത്ത് ഹനുമൽ സ്വാമിയെ ഭജിക്കണമെന്നും അല്ലേ, സദാകാലം രാമനുള്ളിടത്തൊക്കെ ഹനുമൽ ചൈതന്യമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗം വായിച്ചാൽ അത് മനസ്സിലാകും. നിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ള ഒരു ഭക്തിനാഥേ. അതുകൊണ്ട് ഒരു ഭേദവുമില്ല, എല്ലായിടത്തും എല്ലാ സീതാദേവിയിലും അതുപോലെ തന്നെ ശ്രീരാമനിലും സദാസമയം ഹനുമൽ ചൈതന്യമുണ്ട്. അതുകൊണ്ട് എന്താ പ്രത്യേകത? കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും ആരോടും എന്തില്ല, ഏത് കാലഘട്ടത്തിലും കൽമഷമില്ല. കൽമഷം എന്ന് പറഞ്ഞാൽ പാപം എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു കാലഘട്ടത്തിലും ഹനുമൽ സ്വാമിയിൽ പാപമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കാലഘട്ടത്തിലും ഭഗവാനിൽ കുടിയിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ അഥവാ ഹനുമാന് യാതൊരു തരത്തിലുള്ള കൽമഷവുമില്ല. അപ്പം നമുക്കൊക്കെ കൽമഷമില്ലാതിരിക്കണമെങ്കിൽ, പാപമില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്നാ പറയുന്നത്? ഭഗവാനെ കുറിച്ച് നമുക്ക് നിത്യം ചിന്തയും ഭഗവത് സ്മരണയും നമുക്ക് എപ്പോഴും ഉണ്ടാകണം. എന്നിട്ട് പറയാണ്, തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ, നമ്മുടെ തത്വം ഇവൻ അറിയിക്കയും വേണം. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ, ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ, ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ. അപ്പോൾ എങ്ങനെയാ ഹനുമൽ സ്വാമിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ബ്രഹ്മോപദേശത്തിന് വളരെ പ്രാധാന്യം. പിന്നെയോ ബ്രഹ്മത്തിൻ്റെ അങ്ങേയറ്റം പരബ്രഹ്മത്തിലേക്ക് ലയിച്ച ഒരു മഹത്വം ആർക്കുണ്ട്? ഹനുമൽ സ്വാമിക്കുണ്ട്. അതുകൊണ്ട് പറയാണ്, മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി, വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. വീരന്മാർ ചൂടുന്ന മകുടം. എന്താ മകുടം എന്ന് പറഞ്ഞാൽ അവിടെ കിരീടം എന്നറിയാം. അപ്പോൾ മകുടം ധരിച്ചു എന്ന് പറയുമ്പോൾ കിരീടം ധരിച്ചു എന്നാ. അപ്പോൾ വീരന്മാർ ചൂടുന്ന മകുടത്തിൻ്റെ നായകക്കല്ലാണത്രേ ശ്രീരാമഭക്തപ്രവരനായിരിക്കുന്ന ഹനുമൽ സ്വാമി. നീ കേട്ടാലെന്ന് പറഞ്ഞിട്ട് പറയാണ്, സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം ചിന്മയേ എന്നാ പറയുന്നത്. ചിത്സ്വരൂപിണി ആയതുകൊണ്ടാണ് ചിന്മയെ എന്ന് വിളിക്കുന്നത്. ജഗന്മയെ എന്ന് വിളിക്കുന്നുണ്ട്. എന്താ ജഗന്മയി എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ സർവ്വരൂപിണിയായിരിക്കുന്നത് കൊണ്ട് ദേവിയെ വിളിക്കുന്നതാണ് ജഗന്മയി എന്ന് വിളിക്കുന്നത്. ഓരോ നാമത്തിലും അതിൻ്റെ അർത്ഥതലങ്ങളുണ്ട്. അതുകൊണ്ട് പറയാണ്, സർവോപാധി നിർമുക്തം എന്നാ പറയുന്നത്. പരമമുക്തമായിരിക്കുന്ന അവസ്ഥയാണ് സർവോപാധി മുക്തം എന്ന് വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, നിരഞ്ജനം. നിരഞ്ജനം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കം, നിഷ്കളങ്കതയോട് കൂടിയിരിക്കുന്ന നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. എങ്ങനെ? ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമദേവൻ എന്നറിഞ്ഞാലും. എന്താണ് ശ്രീരാമൻ എന്ന് ചോദിച്ചാൽ അവിടെ രാമായണത്തിലെ വരികളിലൂടെ പറഞ്ഞു തരികയാണ്, ജന്മനാശാദികളില്ലാതൊരു വസ്തുവാണ്. ജന്മവും ജനനവുമില്ല മരണവുമില്ലാത്തൊരു പൂർണ്ണതയാണത്രേ ശ്രീരാമൻ. എന്നിട്ട് പറയാണ്, സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും, എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ തൻ മൂലപ്രകൃതിയായതടോ. എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽ സ്വരൂപത്തിങ്കലാക്കിയിടുന്ന ബുധജനം. തൽ സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ
ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബുദ്ധമോദേന ബുക്കുയാഗരക്ഷയും ചെയ്തു. സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥിലി രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം ബുക്കു. മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപൂക്കു തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വമ്പോടയോധ്യയും പൊക്കു. 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു. മാതാവു കൈകേയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതക ക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം ബുക്ക കാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോദ്ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോവംശത്തെ ഒടുക്കുവാൻ. പുക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണക. ലക്ഷ്മണനവളുടെ നാസികാഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൻ മായയാ പൊന്മാനായി വന്നോരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാ മാനുഷൻ ജടായുസ്സിന് മോക്ഷം നൽകി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. അങ്ങനെ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ ദിനകര വംശത്തിൽ സൂര്യവംശത്തിൽ ജനിക്കുകയും ആമിഷഭോജികളെ വധിക്കാൻ വേണ്ടിയിട്ട് നീങ്ങുകയും അങ്ങനെ മൈഥിലി രാജ്യത്തിലേക്ക് പോകുകയും ആ സമയത്ത് ഗൗതമിക്ക് ശാപമോക്ഷം നൽകുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ടത് ശാപവും വരവുമാണ്. ശാപം എന്ന് പറയുന്നത് ദോഷം ചെയ്യുമ്പോഴാണ് ശാപം വരുന്നത്. വരമെന്ന് പറയുന്നത് സന്തോഷത്തോടു കൂടി നൽകുന്നതാണ് വരം. അപ്പോൾ വരവും ശാപവും നമ്മൾ ജീവിതത്തിൽ നമുക്ക് വന്നേക്കാം. നമ്മൾ ദോഷങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ചിലത് ശാപങ്ങളായി മാറുന്നത്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ അനുഗ്രഹിച്ച് നല്ല വാക്കുകളിലൂടെ അത് വരമായി മാറുന്നത്. അങ്ങനെ മുപ്പുരവൈരിയുടെ ചാപം മുറിച്ചതിന് ശേഷം മൽപാണിഗ്രഹണം, അങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം 12 സംവത്സരം 12 വർഷം അങ്ങനെ രാജ്യത്ത് സുഖമായിരുന്നു എന്നാണ്. പിന്നീട് താതനും അഭിഷേകം ആരംഭിച്ചാൻ അച്ഛൻ അഭിഷേകത്തിൻ്റെ കാര്യങ്ങൾ ആരംഭിക്കുകയും ചിത്രകൂടം പ്രവേശിച്ച് അങ്ങനെ ധാരാളം വൃത്രാരിപുക്കും വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുകൂടി അങ്ങനെ കാട്ടിലിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ മരണവാർത്ത കേൾക്കുന്ന ശ്രീരാമൻ ചിത്തശോകത്തോടു കൂടിയിട്ട് വളരെ മനോദുഃഖത്തോടു കൂടി ഉദകക്രിയ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീരാമൻ ഉദകക്രിയ ചെയ്തു എന്നാണ്. ദേവനായിരിക്കുന്ന ശ്രീരാമന് പോലും മനുഷ്യജന്മമെടുത്താൽ ഉദകക്രിയ ചെയ്യണമെങ്കിൽ അതിനർത്ഥം ഈ മനുഷ്യജന്മത്തിൽ നമ്മളൊക്കെ പിതൃക്കൾക്ക് വേണ്ടി പിതൃകർമ്മം ചെയ്യണമെന്നുള്ള ഒരു സന്ദേശം നമുക്ക് രാമാനുജൻ എഴുത്തച്ഛൻ വളരെ വ്യക്തമായി മലയാളികൾക്ക് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ. അങ്ങനെ വനവാസത്തിന് പോയ സമയത്ത് ചിത്രകൂടത്തിൽ ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ മരണവാർത്ത ശ്രീരാമൻ കേൾക്കുന്നത്. ഉദകക്രിയകൾ ചെയ്തു. ഉടനെ തന്നെ വെള്ളത്തിലിറങ്ങി കർമ്മങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യജന്മം എടുത്താൽ ഈ മനുഷ്യജന്മത്തിലും പിതൃകർമ്മങ്ങൾ ചെയ്യണമെന്ന് ശ്രീരാമൻ്റെ തത്വത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. തുടർന്ന് രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണക. അങ്ങനെ രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണക വരുന്ന ഭാഗവും ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം. ഈ നാസികാഛേദം ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ
പറയുമ്പം പറയും മൂക്കിൻ്റെ മുകളിലാണ് ശുണ്ഠി എന്ന് പറയും ചില ആൾക്ക്. മൂക്കിലാണ് കോപം എന്ന് പറയും അല്ലേ. ഒരു മനുഷ്യനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് മൂക്കിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ശ്വാസത്തിന് പോലും, ആ ശ്വാസത്തെ നിയന്ത്രിക്കുന്നത് പോലും നമ്മുടെ നാസികയാണ്. ആ നാസികയാണ് ഛേദം ചെയ്തത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് നിയന്ത്രണ ശക്തി തരുന്നതും ഒന്ന് നാസികയാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹത്തെയും നമ്മുടെ കോപത്തെയും ഒക്കെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കണമെന്ന തത്വമാണ് ലക്ഷ്മണൻ അവളുടെ നാസിക ഛേദം ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം അതിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ തുടർന്ന് യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സദാ സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാ ദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗദാവി രാമൻ അവ്യയൻ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. ശ്രദ്ധിക്കേണ്ടുന്നൊരു വരികളാണ് അവിടെ. ഈ ജീവിതത്തിൽ ഞാൻ ഇന്നത് ചെയ്തു എന്നാ പറയാ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇന്നത് ചെയ്തു എന്ന് പറയും. ഇവിടെ എൻ്റെ ഇഷ്ടമില്ല, ഈശ്വരൻ തീരുമാനിച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഗമിക്കുന്നത് ഞാൻ പോകുന്നു, ഞാനിരിക്കുന്നു എന്നല്ല. ഈ ജീവിതത്തിൽ ഭഗവാൻ ആദ്യമാണ്, ഭഗവത് ചൈതന്യമാണ് ഇതെന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്, ഭഗവാനാണ് എന്നിലൂടെ ഇത് ചെയ്യുന്നത് എന്ന ബോധം നമുക്ക് വേണമെന്ന് പറയുന്ന വാക്കുകളാണ്. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞോരു നിർവതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു. തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനരവനോടരുൾ ചെയ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ഇനി രാമഹൃദയം എന്ന ഭാഗമാണ് നമുക്ക് വായിക്കേണ്ടത്. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ തേജോരൂപിണിയാകുമെന്നുടമായ തങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കവിവരാ. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിർമ്മലമതു സകേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. മൽഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയ രഹസ്യമിതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേ വീടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതെടോ. പരമമുപദേശമില്ലതിന്മീതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്തു. രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപൂർത്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. അതുകൊണ്ട് പരമാത്മാവാകുന്ന ബിംബത്തിൻ്റെ പ്രതിബിംബമാണ് പരിചിൽ കാണുന്ന ഈ ജീവാത്മാവ്. നമ്മൾ ജീവനിങ്ങനെ നമ്മൾ കാണുന്നത് കൊണ്ട് ഇതാണ് ജീവനെന്ന് കണക്കാക്കുകയാണ്. പരമാത്മാവിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് ഇത്തരം ആധ്യാത്മികമായ ജ്ഞാനം ഉണ്ടാകണം. എന്നിട്ട് അവിടെ രാമഹൃദയ ഭാഗത്തിൽ പറഞ്ഞു തരികയാണ്, ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനം. എങ്ങനെ? തത്വമസ്യാദി മഹാവാക്യങ്ങൾ പഠിക്കണം. 4 മഹാവാക്യങ്ങളാണ്, അതിലൊന്നു മാത്രമാണ് തത്വമസി. ആ തത്വമസി എന്ന് പറയുമ്പം ഏതൊരു ഭക്തഹൃദയവും പോകുന്നത് സാക്ഷാൽ ശബരിമലയിലെ അയ്യപ്പനീശ്വരൻ്റെ മുൻപിൽ എഴുതി വെച്ച തത്വമസിയെക്കുറിച്ചാണ്. തത്വമസ്യാദി മഹാവാക്യം, 4 മഹാവാക്യങ്ങളിൽ ഒന്ന് മാത്രമാണ് തത്വമസി. അയം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി, അയം ആത്മാ ബ്രഹ്മ തത്വമസി. ഈ 4 മഹാവാക്യങ്ങൾ ഏതൊരു വ്യക്തിയും പഠിച്ചിരിക്കണം. ഓരോ ക്ഷേത്രത്തിലെത്തിയാലും ഈ 4 മഹാവാക്യത്തെക്കുറിച്ച്
ആ ദേവൻ്റെ ബിംബത്തിന് മുൻപിൽ നോക്കി നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും മോക്ഷവും. അതുകൊണ്ട് എന്ത് വേണം? ഇതാ പരമം ഉപദേശം ഞാൻ ചെല്ലുകയാണ്, രാമമാഹാത്മ്യത്തിന് തുല്യം, രാമൻ്റെ മഹത്വത്തിന് തുല്യം പവിത്രമായതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് പറഞ്ഞിട്ടാണ് രാമഹൃദയ ഭാഗം ഇവിടെ തീരുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം, വൈദേഹീഹരണം ജടായുമരണം, സുഗ്രീവ സംഭാഷണം, ബാലീ നിഗ്രഹണം, സമുദ്രതരണം, ലങ്കാപുരീദാഹനം, പശ്ചാത് രാവണ കുംഭകർണ നിധനം, ഹേതദ്ധിരാമായണം, കരചരണകൃതം വാ കായജം കർമ്മജം വാ, ശ്രവണനയനജം വാ മാനസം വാപരാധം, വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ.